ഓശാനയുടെ ആർപ്പുവിളികൾ കൊണ്ട് ഇപ്പോഴും അന്തരീക്ഷം മുഖരിതമാണ്. ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ ഈ ആൾക്കൂട്ടത്തിൽ ക്രിസ്തു തനിയെ ആയിപ്പോകുന്നതാണ്. എവിടെ പോയി മറഞ്ഞു ഈശോയെ ഒലിവിലകൾ വീശി സ്വീകരിച്ച ആൾക്കൂട്ടം. അധികം വൈകാതെ പീലാത്തോസിന്റെ അരമനയ്ക്ക് മുമ്പിൽ ഇതേ ആൾക്കൂട്ടമുണ്ട്. അത് വെറുതെ കളി കാണാനാണ്. ലോകത്തെ എല്ലാ ആൾക്കൂട്ടങ്ങളും ആഘോഷത്തോടെ കരഘോഷം ഉയർത്തും, ആർപ്പ് വിളിക്കും, ഒലിവിലകൾ വീശി ആദരിക്കും. പക്ഷെ നിർണായക സമയത്ത് ഒരു പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാൻ, ഒരു വരി പറയാൻ ആരും ഉണ്ടാവില്ല. അവരെല്ലാം പ്രേക്ഷകനായി മാറും, കളി കാണുന്നവരായി മാറും. ഈശോയുടെ കുരിശിൽ തറച്ചതിന്റെ പേരിൽ പ്രതികളായി നിൽക്കുന്ന പലരുമുണ്ട്. ഫരിസേയർ, നിയമജ്ഞർ, പീലാത്തോസ്, മറ്റു ദേശാധിപതികൾ, കുരിശിൽ തറച്ചവർ. പക്ഷെ ഇതിനിടയ്ക്ക് രക്ഷപ്പെട്ടുപോയ ചില പ്രതികളുണ്ട്. യേശു ക്രിസ്തുവിനെ മുൾമുടി അണിയിച്ച് ജനങ്ങളുടെ മുമ്പിലോട്ട് പീലാത്തോസ് പ്രത്തോറിയത്തിലേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്തു ചെയ്യണം? ഒരു ഭാഗം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു, ഈ ചോദ്യം വന്നാൽ അവനെ ക്രൂശിക്കണം എന്ന് അലമുറയിട്ട് പറയാം. അവരത് കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ 5 അപ്പം വർദ്ധിച്ച് 5000-ഓളം പേർ കൊടുത്തപ്പോൾ അത് ഭക്ഷിച്ചവർ, രോഗശാന്തി ലഭിച്ചവർ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഒലിവിലകൾ വീശി ഓശാന വീതിയിൽ അവനെ സ്വീകരിച്ചവർ, അവരൊക്കെ നിശബ്ദമായിരുന്നു. അവരും പ്രതികളാണ്. അവരുടെ മൗനമാണ് ക്രിസ്തുവിനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തത്. നിർണായക സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി മൗനം ഭജിക്കുന്നവരെല്ലാം പ്രതിസ്ഥാനത്താണ്. പീലാത്തോസിലും ക്രൂരന്മാരായ പട്ടാളക്കാരിലും നമ്മളെ മറന്നു പോകരുത്. ഒരു വാക്ക് പറയേണ്ട നമ്മൾ മൗനം ഭജിച്ചു. അതൊരാളുടെ മരണത്തിന് കാരണമായി, സങ്കടത്തിന് കാരണമായി എന്നൊരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. മൗനം ചിലപ്പോൾ മരണത്തിന് കാരണമാകാം എന്നുകൂടെ ഈശോയുടെ ജീവിതം നമ്മളോട് പറയുന്നു. നന്ദി.